എമ്പുരാൻ സിനിമയുടെ വിശേഷങ്ങൾ വല്ലതും അറിയുന്നുണ്ട്. അപ്പം വിവാദങ്ങൾ ഉണ്ടാക്കി പബ്ലിസിറ്റി നൽകി പണം ഉണ്ടാക്കുക ബിസിനസ്സുകാരൻ്റെ തന്ത്രത്തിൻ്റെ അജണ്ട അതാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ ഒരു വിമർശനം, ഒരു 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 തർക്കം ഉണ്ടാക്കി അതിനെ സെൻസിറ്റീവാക്കി പബ്ലിസിറ്റി ആക്കി മാറ്റി ബിസിനസ്സാക്കുക. ആ പബ്ലിസിറ്റിയിൽ നിന്നാണ് എമ്പുരാനെ വളർത്തിക്കൊണ്ടുവന്ന് കോടികളുടെ ക്ലബിലേക്ക് കൊണ്ടുവരാൻ. ഈ കോടികൾ കുമിഞ്ഞുകൂടുന്ന കോടികൾ സാധാരണക്കാരൻ്റെ, ഇടത്തരക്കാരൻ്റെ, ഇവിടുത്തെ കേരളത്തിലെ പൗരന്മാരുടെ പണമാണ്. അപ്പം വിവേകപൂർവം ആ കാര്യങ്ങൾ ചിന്തിക്കാതെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പബ്ലിസിറ്റി നൽകാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കാണിച്ച കോപ്രായങ്ങൾ മുമ്പിനാനുള്ള വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന തമ്പുരാൻ്റെ സിനിമയുടെ പബ്ലിസിറ്റിയുടെ കോലാഹലങ്ങളാണ് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും ചാനലുകളും കാണിച്ചത്. അപ്പോൾ സിനിമ റിലീസാവുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് സർവ്വ ചാനലുകളും നിറച്ച് പബ്ലിസിറ്റി നൽകുകയായിരുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ടൊരു വാർത്ത, ഒരു തിയേറ്ററിൽ, കോഴിക്കോട് ഒരു തിയേറ്ററിൽ 1 മാസത്തേക്കുള്ള എല്ലാ ടിക്കറ്റുകളും ബുക്കിംഗ്. എന്തെല്ലാം വാർത്തകളാണ് ഒരു സിനിമയുടെ പിറകെയെന്ന് മാധ്യമ ലോകവും അതിൻ്റെ പിന്നിലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളും കോടികളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള, കോടികൾ ഉണ്ടാക്കാൻ പബ്ലിസിറ്റി നൽകുന്നതിന് വേണ്ടിയുള്ള കമ്പനികളുടെ, ബിസിനസ്സുകാരൻ്റെ താല്പര്യവും പോകുന്നതെന്ന് മലയാളികൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പം സാധാരണക്കാരൻ്റെ മനസ്സിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വിചാരങ്ങളും ചിന്തകളും പ്രവൃത്തികളും കുത്തി നിറച്ച് അതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ, ആഗ്രഹമുണ്ടാക്കി ആ സിനിമയുടെ പിറകെ നിന്ന് സാധാരണക്കാരനെ കൊണ്ടുചെന്ന് അവൻ്റെ പോക്കറ്റ് വെളുപ്പിക്കുക. ആ പോക്കറ്റ് വെളുത്ത് സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയായി ഒരു അക്കൗണ്ടിലേക്ക് കുമിഞ്ഞുകൂടുക. ഒരാഴ്ച കൊണ്ടും ഒരു ദിവസം കൊണ്ടും കോടികളുടെ 100 കോടി ക്ലബിലേക്ക് എത്തുക. അത് 10,000 കോടിയാക്കുക, അതിനെ ലക്ഷം കോടിയാക്കുക. ഇതൊക്കെയാണ് ബിസിനസ് തന്ത്രത്തിൻ്റെ മറുതന്ത്രങ്ങൾ. അപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പോലെ എത്രയോ ചരിത്ര പ്രാധാന്യമുള്ള സിനിമകൾ, അല്ലെങ്കിൽ എത്രയോ നല്ല കഥകളുള്ള സിനിമകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ഏതെല്ലാം ഭാഷകളിലുണ്ടായിട്ട് മലയാളത്തിന് ഇതിനു മുമ്പും തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എമ്പുരാനെ ഒരു തമ്പുരാനാക്കി സാധാരണക്കാരൻ്റെ പോക്കറ്റിലെ പൈസ മുഴുവനും ഒരു അക്കൗണ്ടിലേക്ക് ഒഴുക്കി അതിനെ ഒരു കോടീശ്വരനാക്കുക എന്നുള്ളതാണ്. കോടികളുടെ ക്ലബിലേക്ക് കൊണ്ടുവരിക, ശതകോടികളാക്കുക, പിന്നെ ലക്ഷം കോടികളാക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ബിസിനസ്സിന് പിന്നിലുള്ള തന്ത്രമെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഗുജറാത്തിലെ കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് എമ്പുരാൻ സിനിമയുടെ തിരക്കഥയും കഥകളും പറയുന്നതെങ്കിലും ഗുജറാത്ത് കലാപം പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള തത്വങ്ങളായിട്ടുള്ള, മിത്തുകളായിട്ടുള്ള, ജീവിതപർശിയായിട്ടുള്ള ധാരാളം കഥകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. എമ്പുരാൻ മാത്രമല്ല ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു പടം ഇറക്കുന്നത്. എത്രയോ നല്ല സിനിമകൾ അതിനു മുമ്പും ഇനിയും വരാനിരിക്കുന്നു, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഇവിടുത്തെ ചാനലുകളും ആ കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിറകെ നിന്ന് പോയി അതിനു വേണ്ടി മാത്രം വാർത്തകൾ. ഇതാ പുതിയ വാർത്ത, ഒരു വെടിമരുന്ന് ഇട്ടിരിക്കുന്നത് എമ്പുരാൻ സിനിമയുടെ നടനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ മാതാവാണ്. എൻ്റെ മകനെ ഇതാ വേട്ടയാടുന്നു, കൊലപ്പെടുത്താൻ നോക്കുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു, വിളിച്ചു വരുത്തുന്നു, പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലൂടെ പടച്ചുവിട്ടുകൊണ്ട് എമ്പുരാൻ സിനിമയുടെ പേരും പ്രശസ്തിയും ഉയർത്തുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഓരോ ദിവസവും
ഓരോരുത്തരായിട്ട്. അതിൻ്റെ ഇടയിൽ മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു. എന്തെല്ലാം കോപ്രായങ്ങളാണ് ഒരു സിനിമയുടെ പേരിൽ കേരള മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, സാധാരണക്കാരൻ്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ ഒരുത്തൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വിടുക, അതിനെ പിടിച്ചു പറിച്ചെടുക്കുക. അതിന് ഈ വിഷയം, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വിഷയം സജീവമായി നിർത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ എമ്പുരാനെ വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച്, ഒരു സിനിമയെ വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് അതിനെ പബ്ലിസിറ്റി നൽകി അതിനെ സജീവമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിർത്തി അവരുടെ പോക്കറ്റ് കൊള്ളയടിക്കുക എന്നുള്ള ബിസിനസ് തന്ത്രമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് ഇനിയെങ്കിലും നാം മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരന്മാരുടെ കുതന്ത്രങ്ങളാണ് ഈ സിനിമയുടെ വിമർശനത്തിന് പിന്നിലുള്ളത്. അല്ലാതെ എമ്പുരാന് എന്ന് പറയുന്ന സിനിമയ്ക്ക് യാതൊരു പുതുമയുമില്ല, അതിൻ്റെ കഥയ്ക്ക് ഏതൊരു പ്രാധാന്യവുമില്ല. ഒരു സാധാരണ ഒരു വയലൻസിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കലാപത്തെക്കുറിച്ച് ആസ്പദമാക്കി നടത്തിയ ഒരു പടം മാത്രമായിട്ട് അതിനെ ചരിത്രം വിലയിരുത്തുകയുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള വിവാദമാക്കി പണമാക്കുക എന്നുള്ള തന്ത്രമാണ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് ജനങ്ങൾ തിരിച്ചറിയുക, സ്വന്തം പോക്കറ്റ് കാലിയാക്കാതെ നോക്കുക, വിവേകപൂർവ്വം മുന്നോട്ട് പോകുക. ഇത് മാത്രമാണ് ബിനു ലീഗൽ സർവീസിന് പറയാനുള്ളത്.